ആൾക്കാർ വരുന്നല്ലേ. എന്റെ മോനെ, എന്റെ മേക്കപ്പ് ഇട്ട മോന്ത കണ്ട് എനിക്ക് എന്നെ ചിരി വരുന്നു. പിന്നെ നാട്ടുകാർ കാര്യം വല്ലോ പാരമ്പര്യമായിട്ട് കുറുകുറയാണ്. കുറുകുറയായിട്ട് സൗന്ദര്യമാണ് എനിക്ക്. എന്തോ ചെയ്യാനാ, സൗന്ദര്യം ഒരു ശാപമാണോ? ചേച്ചിയെ നമസ്കാരം. വൈറലായിരിക്കല്ലേ? തീരെ വലുതിയാണല്ലേ? ഞാനേ മറ്റേ ആ ഒരു ചെറിയൊരു ചേച്ചിയുമായിട്ട് ഒരു ഇന്റർവ്യൂവിന്റെ കാര്യത്തിന് വേണ്ടി വന്ന ഒരു 4-5 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. ചേച്ചി, ഈ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ അപ്പുറത്തെ ആ കുളത്തിൽ ഒരു ചേച്ചി വീണില്ലായിരുന്നോ? അപ്പൊ അതിന്റെ ആ ചേച്ചിയെ രക്ഷപ്പെടുത്തിയ ചേച്ചിയല്ലേ? അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന. അപ്പൊ നമുക്ക് ചോദിച്ചാലോ? എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മോടൊപ്പം ഈ പ്രദേശത്ത് തൊട്ടടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് ഈ കഴിഞ്ഞൊരു ദിവസം ഒരു സ്ത്രീ വീണിരുന്നു. ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു ലേഡിയാണ്. അപ്പൊ ആ ലേഡിയോട് ചോദിക്കാം, എന്താണ് അവിടെ നടന്ന സംഭവ വികാസങ്ങൾ, അതിന്റെ ചേതോ വികാരം എന്താണ് എന്നൊക്കെ ചോദിക്കാം. ചേച്ചി, അവിടെ ആ ചേച്ചി അങ്ങോട്ട് നടന്നു പോയ സമയത്താണല്ലോ ഈ ചേച്ചി കുളത്തിലേക്ക് വീഴുന്നത് കണ്ടത്. അപ്പൊ ചേച്ചി അത് പെട്ടെന്ന് ധൈര്യം വരാൻ, ഐ മീൻ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നെങ്കിലും പറയാം. അയില, ചൂര, മത്തി, ചാള, ഈ 4 മീനും എന്റെ പോലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് മീൻ ഇഷ്ടമില്ല, ഞങ്ങൾക്ക് ചിക്കനാണ് വിടുന്നത്. മോന് ചിക്കനാണോ അതോ മീനാണോ? എനിക്കിതെല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതല്ല ചോദിച്ചേ. ഈ തച്ചോളി ഓതേനൻ തക്കാളി അരിയൊന്നിനും ധൈര്യം ഒന്നും വേണ്ട. ധൈര്യം വേണ്ടേ സവാള അരിയുമ്പോൾ, അല്ലെങ്കിൽ കാര്യം നിങ്ങൾക്ക് അടുക്കള ഒന്നും കേളാവില്ല. അയ്യോ, അതല്ല ചേച്ചി. ഈ തച്ചോളി ഓതേനൻ, ഉണ്ണിയാർച്ച, ഇവർക്കൊക്കെ ധൈര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ചേച്ചിക്ക് ധൈര്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഇത് ചീട്ടുകളി പോലെയല്ല, സ്വന്തം ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ ഈ ചേച്ചിയുടെ ഈ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാ ചേച്ചി? അതെല്ലാരും തന്നെ വായിക്കൂടെയാണ്. അതല്ല, ഇതിന്റെ റൊട്ടീൻ എങ്ങനെയാണ്? എന്തോന്ന് പുട്ടും മുട്ടയും തീർന്നിട്ടില്ല. മനസ്സിലായില്ലേ? ചുട്ട കപ്പയും മുളകും. ചോദിക്കുന്നില്ലേ? ചോദിക്കാം. ചേച്ചി, ഈ പല ആൾക്കാരും പല ഈ രസകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ചിലർ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രോയിങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ചേച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പ്രേക്ഷകരെ പാടും. അങ്ങനെയല്ല, വില്ലേജ് പാടത്തില്ല, ചെറുതായിട്ട് മൂളും. എന്നാ ഒരു 2 വരി ഒന്ന് മൂളിക്കുക പ്രേക്ഷകർക്ക് വേണ്ടി. ഈ പെട്ടെന്നൊക്കെ പറഞ്ഞ ഈ കുളത്തിൽ ചാടുന്ന അത്ര എളുപ്പമൊന്നും അല്ല. എന്നാലും ഒന്ന് പാടിക്കും. എങ്കിലും ശ്രമിക്കാം. ധീര 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 മനസ്സാകെ നിൻ സ്വരം ചീര രാജ ശൂര. എന്റെ പൊന്നെ, ചീരയുടെ കാഞ്ഞപ്പോളാ ഞാൻ അവിടെ ചീരത്തോരൻ വെച്ചിട്ട് അതിപ്പോ കരിഞ്ഞു കാണും. എന്നാ ചേച്ചി ഒരു 5 അത് പോയി നോക്കിയാ, ഞാനിത് പോസ്റ്റ് ചെയ്തോളാം. കരിഞ്ഞു. നാളെ കുടുംബശ്രീ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ഈ ഇന്റർവ്യൂവിന്റെ പേര് വേണ്ടി ഷോറക്കാനുള്ള ചീര നാളെ ആണെങ്കിലും കിട്ടും. പക്ഷെ ഇതൊക്കെ പറയുമ്പോ എന്റെ മുത്തശ്ശനെ ഓർമ്മ വരുവോ? മുത്തച്ഛൻ എന്താ ചീരപ്പുഴു വല്ലോ? ചീരപ്പുഴു ഒന്നുമല്ല, എന്റെ മുത്തശ്ശന് ചീര ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പോ വന്നപ്പോ മുതലേ ചേച്ചിയുടെ മുഖത്തൊക്കെ എന്തോ ഭംഗിയാണ് കാണാൻ, എന്ത് ക്യൂട്ട്നെസ് ആണ് കാണാൻ. എന്താണ് ഇതിന്റെ ഇത് ചെയ്യുന്നത്? എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ? രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് പാലെടുക്കും. ഒരു ഗ്ലാസ് പാൽ. അതിനകത്ത് കുറച്ച് കുങ്കുമപ്പൂ ഇടും, എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടും, എന്നിട്ട് കുറച്ച് ഗിറ്റാർ വാഴ ഞാൻ ഇടും. അത് വാഴയല്ലേ? നിങ്ങൾക്ക് അത് വയലായിരിക്കുന്ന, എനിക്ക് ഗിറ്റാർ വാഴ. അതിടും. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് മോന്തയ്ക്കോട്ട് അങ്ങ് പേരട്ടും. അതാണ് എന്റെ സൗത്ത് ഇന്ത്യന്റെ രഹസ്യം. ഓക്കെ, പ്രേക്ഷകർ ശ്രദ്ധിച്ചോണം. ഇനി നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പോണേ. ഈ മുടിയുടെ രഹസ്യം അതും പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. രാവിലെ എണീറ്റ് മുടി അങ്ങ് കെട്ടി വെക്കണം. എന്നിട്ട് ജോലിക്ക് പോകുന്നേരത്ത് ഞാൻ കെട്ടി തന്നെ വെക്കും. തിരിച്ചാണ്ട് നിങ്ങളെ പോലെ ആപ്പ ഷാമ്പൂ നല്ല യൂസ് ചെയ്യും, നല്ല റിച്ച് ഷാമ്പൂ ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് തേച്ചൊരച്ച് ഞാൻ കഴുകും. കഴുകിയതിന് ശേഷം ഞാൻ ഉണക്കും, മുടി അങ്ങ് ഉണക്കും. എന്നിട്ട് അങ്ങ് കുറച്ച് സുഗന്ധവ്യഞ്ജനാക്കിട്ട് അങ്ങ് പുകയ്ക്കും. അതിട്ട് അങ്ങ് പുകയ്ക്കും. പുകച്ചതിന് ശേഷം കിടക്കാൻ നേരത്ത് ഇതങ്ങ് ഊരി ആണി തൂക്കി വെച്ചിട്ട് അങ്ങ് കിടക്കും. അപ്പൊ ഇത് വിഗായിരുന്നോ ചേച്ചി? അങ്ങനൊക്കെ പറയാം. ഒരു ബ്രേക്ക് എടുത്താലോ? ചേച്ചിക്ക് വേണ്ടി ഒരു ബ്രേക്ക്, ഒരു ഷോർട്ട് ബ്രേക്ക്. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഹോൾസ് ആയിക്കോട്ടെ. നീ ഇവിടെ കൊണ്ടുവച്ചിരുന്ന ഹോൾസ് ഞാൻ പോലും കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന കാരണം അപ്പളാ അവന്റെ ഒരു ക്വാളിറ്റി. കിട്ടുന്നാലേ കുടിച്ചിട്ട് പോവാനുള്ളതിന് ക്വാളിറ്റി കൂച്ചു. ഞാൻ കിട്ടുന്നാലേ എടുത്തോണ്ട് വരാം. ആരാ? ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല. അത് ചോദിക്കാൻ നിങ്ങളാരാണെന്നേ? ഞാൻ കല. പലതരം കലം കണ്ടിട്ടുണ്ട്, സംസാരിക്കുന്ന കല ഇത് ആദ്യമായിട്ടാ. കലമല്ല, കല എന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഓ, ചേച്ചിയുടെ പേരാണോ കലയെന്ന്? ചേച്ചി, ഈ വീട്ടിലെ ചേച്ചി ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നാണേ. ഓ, ഞാൻ ഫ്രീ ആകട്ടെ, എന്നെ കൂടെ ഇന്റർവ്യൂ ചെയ്യുവോ? ചേച്ചി എന്തിനാ ഇന്റർവ്യൂ ചെയ്യണം? നിങ്ങൾ മുമ്പേ അവളെ ഇന്റർവ്യൂ ചെയ്തില്ലേ? നാളെ തൊട്ട് അവിടെ ജാടയും പത്രാസും ഒക്കെ ഞാൻ കാണണ്ടേ.
നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുവാണേലേ എന്റെ മുന്നില് അവിടെ ജാട കാണണ്ടല്ലോ, കാണിക്കല്ലോ. എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ജാട നാട്ടുകാർ മുഴുവൻ കാണും അല്ലേ? അയ്യോ, അങ്ങനൊന്നും അല്ല. ഈ ചേച്ചി ധീരയാ. ചീരയോ? ചീരയും പച്ചക്കറിയും ഒന്നും അല്ല. ഈ ചേച്ചി ധീരയാന്ന് പറഞ്ഞ ധീര വനിത. ഓ, ഇവളൊരു ധീരവനിത വന്നിരിക്കുന്നത്. ഞാനും ഇതൊക്കെ തന്നെ പലതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇതൊന്നും പറഞ്ഞു നടക്കാറില്ല. അപ്പൊ ചേച്ചി എന്ത് ധീരതയാ ചെയ്തിരിക്കുന്നത്? ധീരത കാട്ടിന്നും വനത്തിന്നും വരുന്നൊന്നും അല്ല. എന്റെ ധീരത എന്റെ ചങ്കുറപ്പാണ്. മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചേച്ചി. മണിച്ചിത്രത്താഴ് സിനിമയില് ശോഭന ചേച്ചി വാതിൽ തുറക്കുന്നത് കണ്ണടയ്ക്കാതെ പേടിക്കാതെ നിന്ന് കണ്ടത് ഞാനാ. എന്റെ കൂട്ടുകാരെപ്പോഴും പറയും നിന്റെ ധൈര്യം സമ്മതിക്കണമെന്ന്. അതുപോലെ തന്നെ കടുവാക്കുളം രാത്രി കടുവ ഇറങ്ങുന്ന വഴിയിലേ പകല് പോയി ഞാൻ ഇങ്ങനെ നിക്കാറുണ്ട്. രാത്രി കടുവ ഇറങ്ങുമ്പോ എങ്ങനെയാ ചേച്ചി പകല് വന്ന് നിൽക്കുന്നത്? അതെന്തൊരു ധീരതയാ? രാത്രിയും പകലും സമയവും ഡേറ്റും നോക്കി വരെ ഇത് ട്രെയിനൊന്നും അല്ലല്ലോ. കടുവ എപ്പോ വരുമെന്ന് തനിക്കറിയാൻ പറ്റുമോ? ഇന്ന ചേച്ചി ഒരു കാര്യം ചെയ്യും. ചേച്ചിയാണ് ഒരു കടുവയെ പിടിച്ചോണ്ട് പോവാ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാം. അല്ല പിന്നെ എടോ, കേവലം ഒരു കടുവയെ പിടിച്ചാളാവാൻ ഞാനില്ല. ഞാൻ എന്തേലും ചെയ്യുവാണേലേ അതിലൊരു സംഭവമായിരിക്കും. അന്ന് താൻ എന്റെ മുന്നിൽ ക്യൂ നിൽക്കും. ക്യൂ വെള്ളം അടിക്കാനാ? ഇതിനു വേണ്ടിയല്ല, എന്റെ ഇന്റർവ്യൂവിന് മുന്നിൽ ക്യൂ നിൽക്കുമെന്നാ പറഞ്ഞത്. വെള്ളം. ഓ, ഇപ്പൊ ഒരു വെള്ളം ഇന്റർവ്യൂ നടക്കുന്ന ആൾക്ക് വെള്ളം കൊണ്ട് കൊടുത്തിരിക്കുന്ന. സാർ അങ്ങോട്ട് പോയി, ഞാൻ നല്ല ചായ തരാം. എനിക്ക് ചായ കൊടുക്കാൻ മടിയായിട്ടൊന്നും അല്ല, ഗ്യാസ് തീർന്നിരിക്കും അതാ. കേട്ടില്ലേ ഇവൾക്ക് ഗ്യാസ് തീർന്നു പോയെന്ന്. ഒരു കുറ്റി മാറ്റി വെക്കാൻ കഴിയാത്ത ഇവളാണ് ഒരു ധീരവനിത. നിർത്തടി. ഞാൻ പറയൂടി, താറ് തിരികെ പോകുമ്പോഴേ എന്റെ വീട്ടിലോട്ട് പോയി, ഞാൻ ഭക്ഷണം തരാം. അവിടെ എന്റെ മമ്മിയുണ്ട്. മമ്മി ഇവളുടെ പറച്ചിലായിട്ടാ തോന്നുന്നു ഇവളുടെ വീട് അങ്ങ് ഈജിപ്തിലാണ്. പിന്നെ രണ്ടും കണക്കാ. നിർത്തടി. നീ ആര്? ധീരവനിതയോ? നീ എവിടുത്തെ ധീരവനിതയാടി? നിനക്ക് ചുണയുണ്ടെങ്കിലേ രാത്രി 12 മണിക്ക് പള്ളി സെമിത്തേരിയിൽ പോയിട്ടേ തിരികെ അന്നേരം കാണാൻ നിന്റെ ധീരത. എനിക്ക് ഇതിന്റെ ധൈര്യം കാണിക്കേണ്ട ഒരാവശ്യമില്ലടി. നിനക്ക് ധൈര്യം ഉണ്ടോടി? ചേച്ചി ഈ ചേച്ചിയെ കളിയാക്കിയും കുറ്റപ്പെടുത്തുകയും ഒന്നും വേണ്ട. ഈ ചേച്ചിയുടെ ധൈര്യം കൊണ്ടാണ് ആ കുളത്തിൽ കടന്ന് ആ ചേച്ചിയില്ലേ മുങ്ങിത്താഴാൻ പോയ ചേച്ചിയില്ലേ, ആ ചേച്ചിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് വലിച്ച് കരക്കി കയറ്റിയത്. എന്ത് കഷ്ടപ്പെട്ട് പാടുപെട്ടിട്ടാണെന്നറിയാ കൊണ്ടുവന്നത്. ആ ആൾക്കാരെ അവിടെ നോക്കി എന്തോ ചെയ്തോണ്ടിരിക്കുക, വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാം, ചേച്ചിക്ക് ഈ ചേച്ചിയോട് കുശുമ്പാന്നാണ്. ഞാനും ഇതുപോലെ ആരെങ്കിലും രക്ഷിച്ചിട്ടേ ഇന്റർവ്യൂവിന് വരും. നിങ്ങളെ തന്നെ ഇന്റർവ്യൂവിന് വിളിക്കാം, കാണിച്ചു തരാം. ആയിക്കോട്ടെ. എന്നാന്നറിയാവോ, ചേച്ചിയോട് ഈ ചേച്ചിക്ക് കുശുമ്പ. അല്ല, അവള് പറഞ്ഞാലും ചേച്ചി കാര്യമുണ്ട്. തന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? പിന്നത് കുഴപ്പമില്ലല്ലോ. ഇല്ല, പറഞ്ഞോളൂ. ആണെന്ന് പറയത്തില്ലല്ലോ. ഇല്ലെന്നേ. ഞങ്ങൾ കുടുംബശ്രീയില് 14 പേരുണ്ട്. 14 പേരിലും ഞങ്ങളെല്ലാം കൂടെ അതിന്റെ സാധനത്തിന്റെ പേരെന്താ? ലോൺ എടുത്തു. ലോൺ എടുക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ലോൺ പാസ്സാക്കാൻ നമ്മൾ സൈൻ ഇടണമല്ലോ. സൈൻ ഇടണം. 14 പേര് സൈൻ ഇടേ. അതിന്റെ അകത്ത് ഒരാളാണ് ഈ മുങ്ങിച്ചാവാനിരിക്കുന്നത്. ഞാൻ നോക്കി നിക്കുവോ? ഞാൻ എടുത്തു പോവും. പിന്നെ ലോണ് കിട്ടാൻ വേണ്ടിട്ട് ആ ലത ഇനി അവള് കുളത്തിൽ ചാടിയാലും കടലിൽ ചാടിയാലും ഞാൻ അവളെ രക്ഷിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഒരു സംഭവം, ഒരു നല്ല കാര്യം നടന്നു. എന്താണ്? ചുളിവില് ഞാനൊരു ധീരവനിത ആയില്ലേ.